Hi dears. അപ്പോൾ എല്ലാവരും എക്സാമിനൊക്കെ പഠിച്ചു തുടങ്ങിയോ? അപ്പോൾ ഇനിയും പഠിക്കാത്തവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ പ്ലാനൊക്കെ അനുസരിച്ച് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി നമ്മുടെ മുന്നിൽ അധികം ദിവസമൊന്നുമില്ലാതെ നവംബർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീക്കിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള ഈ ഒരു വീക്കിൻ്റെ പ്ലാൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോവാം. അപ്പോൾ മിസ് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണിച്ചു തരാം. അതായത് നമ്മുടെ ബാച്ചിൽ നടക്കുന്ന ക്ലാസ്സുകൾ എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരാഴ്ച യൂട്യൂബിൽ ഏതൊക്കെയാണ് ലൈവ് വരുന്നത് എന്ന് മിസ് പറഞ്ഞുതരാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വീക്കിൽ ബാച്ചിലെ ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾക്ക് അൺചേഞ്ചിങ് റിലേഷൻസ് മാത്സിലെ നമ്മുടെ പുതിയ ടെക്സ്റ്റിലുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അൺചേഞ്ചിങ് റിലേഷൻസിൻ്റെ പാർട്ട് 1 ലൈവ് വരുന്നുണ്ട്. ഇനി അടുത്ത നാളെ നിങ്ങൾക്ക് ബേസിക് സയൻസിൻ്റെ ചാപ്റ്റർ 6ൻ്റെ ക്വസ്റ്റ്യൻസ് ലൈവാണ് യുവ ബാച്ചിൽ നടക്കുന്നത്. ഇനി വെനസ്ഡേ നിങ്ങൾക്ക് ഇതേപോലെ മാത്സിൻ്റെ അൺചേഞ്ചിങ് റിലേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ലൈവ്. ഇനി തേഴ്സ്ഡേ സോഷ്യലിൻ്റെ 8th ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ലൈവാണ്. ആൻഡ് ഫ്രൈഡേ ബേസിക് സയൻസിൻ്റെ ചാപ്റ്റർ 7ൻ്റെ പാർട്ട് 1 ലൈവ്. സാറ്റർഡേ മാത്സിൻ്റെ അൺചേഞ്ചിങ് റിലേഷൻസിൻ്റെ പാർട്ട് 3. ദെൻ സൺഡേ നിങ്ങൾക്ക് ബേസിക് സയൻസിൻ്റെ ചാപ്റ്റർ 7ൻ്റെ പാർട്ട് 2 ലൈവാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ബാച്ചിൽ ലൈവ് ഉണ്ട്. അതും പാർട്ടായിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതാ മാത്സിൻ്റെ തന്നെ ഈ ഒരു ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ 3 പാർട്ടിലൂടെയൊക്കെയാണ് തീർക്കുന്നത്. ഓക്കെ, ഇനി എന്നിട്ടും തീർന്നിട്ടില്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വീഡിയോസ് ആയിട്ടൊക്കെ നമ്മൾ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഉള്ള ഗുണം, അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ചാപ്റ്റർ അതിപ്പോൾ എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അതിന് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ചോദ്യങ്ങളും, ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് അല്ലാതെ അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതടക്കം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ അത് പഠിച്ചു തീർക്കാനും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ളൊരു സമയം കിട്ടുന്നുണ്ട്. അതാണ് ബാച്ചിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് കൊടുക്കുന്നത്. ഈ ഒരാഴ്ച നിങ്ങൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ചാപ്റ്റർ ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ എടുക്കുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങൾ ബാച്ചിലുള്ള കുട്ടികൾക്ക് ഇതേപോലത്തെ ടൈം ടേബിൾ ഫോളോ ചെയ്താൽ മതി. ഇനി അല്ലാത്തവർക്കാണെങ്കിലും മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ മിസ് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാൻ മാത്രം എടുക്കുക. അതായത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചു തീർക്കാം എന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട. അങ്ങനെ എന്താ പറയുക, നമ്മൾ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചാപ്റ്ററിന് ഒരു 3 ഭാഗങ്ങളോ 2 ഭാഗങ്ങളോ ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പറ്റാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കാം. കഴിഞ്ഞ വീക്കിലെ പ്ലാൻ എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാച്ചിൽ യൂട്യൂബിൽ ക്ലാസ് വരുന്ന വെനസ്ഡേ നിങ്ങൾക്ക് മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ലൈവ് വരുന്നുണ്ട്. ആൻഡ് ഫ്രൈഡേ ഇംഗ്ലീഷിൻ്റെ ഹലോ ഐ എം എ വീൽ ചെയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ലൈവ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ നവംബർ 15 കൂടി സിലബസ് തീരും ക്രിസ്മസ് എക്സാമിൻ്റെ. അപ്പോൾ അതിനുശേഷം പിന്നെ കംപ്ലീറ്റ് റിവിഷൻ ആയിരിക്കും. അപ്പോൾ മക്കൾക്ക് ഇനിയും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോഴാ നമ്മുടെ സ്പെഷ്യൽ ഓഫർ തീർന്നിട്ടില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത്രയും ഫീസൊക്കെ റിഡക്ഷൻ വന്നിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. ഓണപരീക്ഷയ്ക്ക് വന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് എക്സാം നന്നായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ എന്തുകൊണ്ടും നിങ്ങളുടെ ഈ ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, പാരൻസിനോടൊക്കെ പറയുക. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, മാത്സ്, ബേസിക് സയൻസ്, സോഷ്യൽ, ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ നോക്കുക. ഒരു സബ്ജക്റ്റ് തന്നെ പഠിച്ച് നിങ്ങൾക്ക് മടുപ്പ് വരാത്ത രീതിയിൽ എന്ത് ചെയ്യുക, സബ്ജക്റ്റ് മാറ്റി പഠിക്കുക. ഇപ്പോൾ ഒരു 20 മിനിറ്റിനൊക്കെ ശേഷം നിങ്ങൾ മടുക്കുകയാണെങ്കിൽ ബ്രേക്കൊക്കെ എടുത്ത് വന്നിട്ട് വേറെ സബ്ജക്റ്റൊക്കെ പഠിക്കുക. അങ്ങനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, എക്സാമിന് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. സോ എല്ലാവർക്കും ഈ ഒരു പ്ലാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേഗം എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തോളാം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീക്കിൽ അടിപൊളി പ്ലാനായിട്ട് വീണ്ടും കാണാം.